മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ സ്വന്തം മിന്നു മുന്നീർ ആൻഡി ഓക്കെ ആൻഡി. അപ്പൊ മിന്നു മുന്നീർ ആൻഡിയെ പറ്റിയിട്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വോയിസ് ക്ലിപ്പുകൾ, മിന്നു മുന്നീർ ആൻഡിക്കെതിരെയുള്ള വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ ചന്നം ഭിന്നം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ചില ഓഡിയോ ഒക്കെ ഞാൻ തന്നെ എടുത്തിടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ തന്നെ ആയിരിക്കും ഇടുന്നത്. പക്ഷെ ചിലതൊക്കെ ഇച്ചിരി വൈകിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. കാരണം ഇടേ സമയം വേണ്ടേ? ഇത് എന്തുവാ ഇത്? എനിക്കറിയാം, വേറൊരു വാർത്തയിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം അതിന് മാത്രം ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഒഴുകുക. മിന്നു മുന്നീർ ആൻഡിയെ പറ്റിയിട്ടുള്ള കഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലൊക്കെ പോവാം. പിന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയം കണ്ടു, ആൾക്കാർക്ക്, അതായത് എന്തിനാണ് ഈ മിന്നു മുന്നീർ ആൻഡിയുടെ തന്നെ എടുത്തു വെച്ചോണ്ടിരുന്ന് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്നവരോടാണ്. അങ്ങനെ അധികമൊന്നും ആൾക്കാർ എന്നോട് ചോദിച്ചില്ല, എന്നാലും ചില ആൾക്കാരുടെ മനസ്സിലത് കാണുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വന്നു. പകുതിയൊക്കെ ഉടായിപ്പോ നമുക്ക് അറിയാം, പല പേരും അതിൻ്റെ അകത്തൊക്കെ മുക്കിപ്പോയി, നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല, പോട്ടെ. പക്ഷെ അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് നീതി കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ഒരു അമ്മായിമാർ പല കഥകളും കൊണ്ട് പല ദിവസങ്ങളും വന്നിരുന്ന് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീതി കിട്ടേണ്ടവർക്ക് ചിലപ്പോൾ നീതി നിഷേധിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ആദ്യമേ തൊട്ട് എന്ന് വെച്ചിട്ട് മിന്നു മുന്നീർ ആൻഡിയെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് തള്ളിക്കളയുന്നൊന്നുമില്ല. ഇനിയും അവസാനം തെളിയുമോന്ന് അറിയത്തില്ല, ചേച്ചി പറഞ്ഞതിനകത്തൊക്കെ എന്തെങ്കിലും തത്വം ഉണ്ടോ എന്ന്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഒരു ആൻഡി വന്ന് പല കഥകളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ നമുക്ക് പല സംശയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇവർ പല കഥകളും, പ്രത്യേകിച്ച് ഞാൻ മിക്കതിനകത്തും പറയുന്നതാണ്, നമ്മുടെ മറ്റേ ബാലചന്ദ്രൻ മേനോൻ സാറിനെ പറ്റിയുള്ള കഥയൊക്കെ കേൾക്കുമ്പോഴേ ഒരു തവണ നമ്മളൊന്ന് കിളി പോകും. ഇത് ഇങ്ങനെ ഇല്ലേ? ഇതുപോലെയാണ് മിക്ക ആളുകളുടെയും. പിന്നെ ഇവരെ ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. അയാൾ ഈ മിന്നു മുന്നീർ ആൻഡിയുടെ വീടിനടുത്ത് താമസിക്കുന്ന നെയ്ബർ വന്നിട്ട് പറയുന്നു, ആ വ്യക്തി ഈ ഭീഷണിപ്പെടുത്തിയെന്ന് ഇവർ പറയുന്ന വ്യക്തി മിക്ക ദിവസങ്ങളും രാത്രികാലങ്ങളിൽ അവിടെ വന്ന് പോകാറുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സംശയം തോന്നും ഈ ഒരു ആൻഡിയോട്, ഇല്ലേ? നിങ്ങൾ നിങ്ങൾക്ക് ഈ ആൻഡിയോട് സംശയം തോന്നുന്നില്ലേ? ഈ ആൻഡി കാണിക്കുന്ന പല പരിപാടികളോടും എനിക്ക് ഈ ആൻഡിയുടെ പല പരിപാടികളും സംശയം തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. 1-2 വോയിസ് ക്ലിപ്പ് ഇന്നും ഉണ്ടേ പുറത്ത് വിടാനായിട്ട്. അപ്പൊ അതൊക്കെ കാണിക്കാം. അതിനു മുമ്പ് ഞാനൊരു കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മിന്നു മുന്നീർ ആൻഡിയുടെ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ വന്നൊരു കമന്റാണ്. കമന്റ് ഇങ്ങനെയാണ്: ഈ ചേച്ചിയെ 2010 കുര്യനായിരുന്നപ്പോൾ കളിക്കാൻ ഞാൻ എന്ന് പറഞ്ഞാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. ഒരു കോശിയണ്ണനാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. കോശിയണ്ണന്റെ കമന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫോട്ടോയൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കുന്നില്ല. കാരണം കോശിയണ്ണന്റെ ഫോട്ടോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ ഡീസന്റ് ആയിട്ടുള്ള ജെന്റിൽമാൻ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. കമന്റ് എന്റെ കമന്റ് ബോക്സിലായതുകൊണ്ട് പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അത്ര നല്ലൊരു കമന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കളുത്ത നാൻ എന്നൊക്കെ പറയുന്നത് എന്തോ കാര്യം ചെയ്ത് ഫുട്ബോൾ മാച്ച് ഒക്കെ കണ്ട് കളിച്ച് 5 ഗോൾ അടിച്ച മട്ടിലാണ് അണ്ണൻ വന്നിട്ട് നീ സാധനം പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ എന്തായാലും 2010 ഇങ്ങനെ ഒരു കലാപരിപാടി അണ്ണൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അണ്ണൻ വളരെ വിശാല മനസ്കൻ തുറന്നങ്ങ് പറയുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ മാത്രമേ ഈ ഒരു സാധനം വന്നുള്ളൂ. അപ്പൊ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, യൂട്യൂബർ ആണ്, നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ബിബിച്ചേട്ടനുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബിബിച്ചേട്ടന്റെ ഒരു വീഡിയോയിലും ഈ വ്യക്തി വന്ന് ഇതേ പാറ്റേണിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഇവിടെ നിന്ന് കാണിച്ചു തരാം. വീഡിയോ ബീന ആന്റണിയൊക്കെ ഉൾപ്പെട്ട ഒരു വീഡിയോയിലാണ്. അതിന്റെ അടിയിൽ ഈ സെയിം ചേട്ടൻ, എനിക്ക് കമന്റ് ഇട്ട അതേ ചേട്ടൻ അവിടെ ചെന്നിട്ടേക്കുന്നത്, കല്യാണത്തിന് മുമ്പ് മഞ്ഞുമ്മൽ ബീനയെ ഏലൂർ കളമശ്ശേരി വെച്ച് കളിച്ച ഞാൻ. അപ്പൊ ഈ അണ്ണന് എന്തോ വലിയ ടീമാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡൗട്ട് തോന്നി. അപ്പൊ ഈ അണ്ണൻ ഇത് കാണുന്നുണ്ടെങ്കിൽ, എന്റെ പൊന്നണ്ണ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ, നിങ്ങൾ ഇത്രയും വലിയൊരു ആളാണെങ്കിൽ, പറയുന്നതിനൊക്കെ സത്യം ഉണ്ടെങ്കിൽ, ദൈവത്തെ ഓർത്തൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കൊള്ളായിരുന്നു. കഥ കേൾക്കാനല്ല, പക്ഷെ അണ്ണൻ ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമുക്കത് പുറത്ത് പറയണം അണ്ണ.
എന്നാൽ എന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞ കണക്ക് മുന്നീട് ആൻഡി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുവരണ്ട്. അതേപോലെ വീഡിയോനകത്ത് വന്നിട്ട് ഈ ഒരു കമന്റിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, ഞാനത് വിട്ട് കളഞ്ഞ്. പക്ഷെ മറ്റേ അക്കച്ചിയുടെ അത് ഒന്നാമത് ഞാൻ ഇന്നത് പറയാൻ കാരണം, ഈ ഒരു കമന്റും കാണിക്കാൻ കാരണം, ഇന്ന് ഞാൻ വെക്കുന്ന വോയിസിനകത്ത് വന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അക്കച്ചി ഇന്റർനാഷണൽ ഗെയിമിങ്ങിന്റെ ആളാണ്, മനസ്സിലായില്ലേ? ഈ പറയുന്ന കണക്കൊന്നും അല്ല, മാധ്യമങ്ങളിൽ വന്നിരുന്ന മറ്റേ അതൊന്നും അല്ല. ആദ്യമേ ഇവിടുത്തെ മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനലുകളിൽ കയറിയിരുന്നു, അവിടുന്ന് ഒരു പണി കിട്ടി, തട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മെയിൻ സ്ട്രീം ചാനലുകാരൊന്നും അമ്മയുടെ പുറകെ പോകുന്നില്ല. പിന്നെ യൂട്യൂബ് ചാനലിലായിരുന്നു, പിന്നെ തമിഴ് ചാനലിലായിരുന്നു, പിന്നെ ഇന്ത്യ ടുഡേ. ഇങ്ങനെ അങ്ങോട്ട് വിജലംബിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഈ ചേച്ചി, ഇങ്ങനെ വിജലംബിക്കുന്ന ചേച്ചി പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ വീണ്ടും അതാ പറയുന്നത്, അവർക്ക് നീതി കിട്ടണം. പക്ഷെ നമുക്ക് ആർക്കും ഇവർ പറഞ്ഞിട്ട് ഒരു മനുഷ്യന് പോലും ഇവരുടെ സൈഡിൽ നിൽക്കണമെന്ന് തോന്നുന്നില്ലേ? അതാണ് സംശയം. ഇനി എന്തായാലും നമുക്ക് വോയിസ് ക്ലിപ്പിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കാം. നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിന്ന് കണ്ടിരുന്നു, മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടിരുന്നു. പിന്നെ അന്നൊരു ചെറിയ ലൈറ്റ് ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഇന്നലെ മുതൽ ഈ നമ്പറിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ളതാണ് ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സോഷ്യൽ വർക്കറാണ്. കുറേ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ്, മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ടൊക്കെ അപ്പോഴാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ, അവളും കേരളത്തിൽ ഒരാണും ഉണ്ട്, അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ ഇവിടെ നല്ല ജോലിയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്ന. എയർപോർട്ടിൽ ഇറങ്ങി അവരുടെ പാസ്പോർട്ട് വാങ്ങലാണ്. പിന്നെ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോന്ന് വിചാരിക്കുക. കാരണം ഈ ലേഡി, ഇങ്ങനത്തെ ലേഡി ഇപ്പം തുടങ്ങിയിരിക്കുക, ഓരോരുത്തരാണ് അവളുടെ സ്വന്തം തെറ്റുകൾ, അവളാണ് ചെയ്യുന്ന തെറ്റുകൾ. ഇവൾക്ക് എന്തിൻ്റെ സോക്കേടാന്നറിയത്തില്ല. ഇപ്പോൾ ഓരോരുത്തരെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട്. ഞാൻ അരുണിനെ ഇപ്പം ഇത് ചെയ്തിരുന്നു, കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പം കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും. എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക. കാരണം ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്താൻ പാടില്ല. എത്ര പേരുടെ കുടുംബമാണ് തകർക്കുന്നത് ആ ലേഡി. അവൾ കുറെ ഇംഗ്ലീഷ് ചവച്ച് ഇങ്ങോട്ടേക്ക് വിട്ടവണ്ണ ആൾക്കാർ ഇതെല്ലാം കേട്ടങ്ങ് ഇതാകുന്ന അവളുടെ ധാരണ. ഒരു സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഇന്ത്യൻ കൗൺസിലേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവസാനം ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ അവസാനം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീയെ വളരാൻ സമ്മതിക്കരുത്. കാരണം അവരുടെ ഒരു നീച പ്രവൃത്തി വളരെ അടുത്തറിഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പറയുന്നത്. ഇവരിവിടുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കയറ്റി വിടുമായിരുന്നു. എന്ത് പണിക്കാണ്? ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കണ്ടല്ലോ. വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ ഞാനും വല്ലതൊക്കെ വിളിച്ചങ്ങ് പറയും. കാരണം ഇങ്ങനൊരു അമ്മായിയാണ് ഇവിടെ വന്നിരുന്നു ഓരോ ദിവസവും ഓരോ നടന്മാർ എല്ലാം പോട്ടെ. എൻ്റെ ഒരു ചോദ്യമാണ് അവസാനമായിട്ടുള്ളത്, ഈ നടന്മാരെയൊക്കെ ഇവര് അഭിനയിച്ച സിനിമകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇവരുടെ റോളുകൾ, ഇവരുടെ അഭിനയം, അതൊന്നും വേണ്ട, പോട്ടെ. ഇവര് ഇത്രയും നടന്മാര് ഇവർക്കറിയാം. ഇവർ ഈ പറയുന്നതൊന്നും കള്ളമാണെന്ന് ഞാൻ തള്ളി പറയുന്നില്ല. ഇവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. ചിലപ്പോ അവരുമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് ഒരു പീഡനമായിരുന്നു. ഇവരെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പല കാര്യത്തിന് വിളിച്ചിരുത്തിയതോ അല്ലെങ്കിൽ ചെയ്യിച്ചതോ ആണോ? എനിക്ക് നല്ല സംശയമുണ്ട്. ഇവരും കൂടെ അറിഞ്ഞുകൊണ്ട് നിന്ന പല കാര്യങ്ങളും ആയിരിക്കില്ലേ? കാരണം ഇവർ പറയുന്ന ഇവരിപ്പം നമ്മുടെ മുകേഷിന്റെ പേരാണെങ്കിലും, അതുപോലെ തന്നെ ജയസൂര്യ, പിന്നെ ഇടവേള ബാബു, ഇപ്പം ബാലചന്ദ്ര മേനോൻ, എല്ലാവരുടെയും ബാലചന്ദ്ര മേനോനായിട്ടുള്ള ഫോട്ടോ വരെ നമ്മൾ കണ്ടു. ഓക്കെ, അതുകൊണ്ട് തന്നെ ആരും ഇവരെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് എല്ലാം സത്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇവർ പറഞ്ഞത് പലതും ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇവർ പറഞ്ഞതൊക്കെ പൊടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഇവരെ നമ്മൾ എങ്ങനെ മൊത്തത്തിൽ മറ്റേ കൊണ്ട് വിശ്വസിക്കും? എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പറ്റത്തില്ല.
അതുപോലെ തന്നെ മറ്റേ പൈസ ചോദിച്ച കേസ്, എൻ്റെ കസിൻ വീട്ടിൽ വന്നു, അവൻ ഫോൺ എടുത്തു, അവൻ മെസ്സേജ് അയച്ചു മുകേഷിനോട് ചോദിച്ചു. ഇതൊക്കെ മറ്റേ പച്ചവെള്ളം, പച്ചവെള്ളം എന്നല്ല, വെള്ളം തൊടാതെ മറ്റേ അങ്ങ് വിഴുങ്ങാനായിട്ട് എന്നെ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്ററിൽ വർക്ക് ചെയ്യുന്നൊരു ലേഡി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പോലീസുകാരുടെ അടുത്തേക്കൊക്കെ ഈ ഒരു വോയിസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മുട്ടയെ വിളിച്ച് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നൊക്കെ, വിളിച്ച് സംസാരിക്കട്ടെ, പറ്റുമെങ്കിൽ ഈ വോയിസ് ക്ലിപ്പൊക്കെ അവിടെയും കൂടെ മെയിൻ സ്ട്രീം ചാനലും കൂടെ ഒക്കെ ഒന്ന് വരട്ടെ, എന്നിട്ട് ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം. ഇവർ വെറുതെ ഉടായ്പാണെങ്കിൽ, മറ്റേ പോക്സോ കേസിന് എന്തായാലും ജാമ്യം കിട്ടിയിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ തെളിവുകളൊന്നും കാണില്ലല്ലോ, ഇവർക്കെതിരെയും തെളിവുകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ വരുന്ന സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇവർ ഈ പറയുന്നതിനകത്ത് തെളിവുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവർക്ക് കുറച്ച് പബ്ലിസിറ്റി വേണം. കുറച്ച് ദിവസമായിട്ട് മോനെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പബ്ലിസിറ്റി ആർക്കെങ്കിലും കിട്ടുമോ? അത്രയ്ക്കും ചേച്ചിക്ക് കിട്ടുന്നുണ്ട് പബ്ലിസിറ്റി. നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ അതാ, കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പബ്ലിസിറ്റി? ചേട്ടാ നമ്മുടെ കണ്ടന്റ് അത്രേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ എടുക്കണം നമ്മൾ ചെയ്യുന്നതിനെ. പക്ഷെ അമ്മച്ചിക്ക് പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടേ ഇരിക്കുക, അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ ഇതിന്റെ അവസാനം ഇവര് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും ആളുകളെ മുൾമുനയിൽ നിർത്തി ഈ കാണിക്കുന്ന പരിപാടി, അവര് പറയുന്നത് മൊത്തം ഉടായ്പാണ് എന്ന് തെളിയുകയാണെങ്കിൽ ഇവിടുത്തെ നിയമം അവരെ ശിക്ഷിക്കണം. എനിക്കതാണ് വളരെ മാന്യമായിട്ട് കേട് ഇവിടുത്തെ നിയമത്തോട് പറയാനുള്ളത്. ഇനി ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് ഇവരെ അറിയാം, മീനു മുനീറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, പരിചയപ്പെട്ടിട്ടുമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി, ഇവരും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങള് പരിചയപ്പെട്ടു. ഞങ്ങള് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത്, എന്റെ ഒരു കൂട്ടുകാരിയും ഇവരും നല്ല കൂട്ടായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും, അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരുപാടധികം പൈസകൾ തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവര് നൽകുകയും, അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ 10-15 ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവര് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. 10-15 ദിവസം പ്രോഗ്രാംസ് ഉണ്ട്, വരണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, വീട്ടുകാർ വീടില്ല എന്ന് പറഞ്ഞു. ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും, അത്രയും അവിടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോരം ലക്ഷം ആൾക്കാരുള്ളതാ, എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവര് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഇവര് നിരന്തരം രാത്രികളിൽ വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. നിരന്തരം രാത്രി വിളിക്കുക, പ്രോഗ്രാംസ് കൊണ്ട് വരുന്നില്ല, എന്തായി, തീരുമാനം എന്തായി, ഇങ്ങനെ ചോദിച്ച് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ കൂട്ടുകാരിയെ ഡെയിലി വിളിച്ചു. അത് കൂടാണ്ട് എന്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്, വീട്ടിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അയ്യോ വീട്ടിൽ പറയാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, നീ വാ, നമുക്ക് അവിടെ പോയി കുറെ ദിവസം, ഒരു 3-4 ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതായത് കാര്യം മനസ്സിലായി, 3-4 ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല, അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്, അത് വീട്ടിൽ പറയാൻ പാടില്ല, വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് ഇവര് പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് എന്തായി, ദേഷ്യമായപ്പോ ഇവര് അതുകൂടാതെ തന്നെ ഇവര് രാത്രികളില് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മീനു മുനീറിനെ ഏതോ ഒരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു നടൻ വിളിച്ചു, ആ നടന്റെ പേര് പറയാൻ പറ്റില്ല, ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നു പറഞ്ഞ് ഇവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അങ്ങനെ ഇവര് കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരിയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു. എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നടന്മാരെയൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം എന്നുള്ള രീതിയിൽ ഒരു നടനെ വീഡിയോ കോൾ ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു, അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഇനി അവര് ക്രോപ്പ് ചെയ്യാൻ മറന്നാണോ എന്താണെന്ന് അറിയില്ല, കുറച്ച് മോശം ഫോട്ടോസ് ആയിരുന്നു.
ആ സിനിമാ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ ആ സിനിമാ നടന്റെ പേരില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ആ ലിസ്റ്റുകൾ നോക്കിയായിരുന്നു. ആ നമ്മൾ ഇപ്പം നടന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിലില്ല. കൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാരി. അപ്പൊ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലുള്ള ആൾക്കാരോട് മുഴുവൻ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മി തല്ലിക്കാൻ തുടങ്ങി. ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള്, ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാര്, അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരിയുടെ കുറ്റം പറഞ്ഞ് ഇവരെന്ത് ചെയ്ത് തമ്മി തല്ലിപ്പിച്ചു. സിനിമാ നടന്മാരെ എല്ലാവരെയും ചേച്ചിക്ക് അറിയാം. അല്ല, അത് നമുക്കിപ്പോ ഏതാണ്ടൊക്കെ ബോധ്യമായിട്ടുണ്ട്. എല്ലാവരെയും ചേച്ചിക്ക് അറിയാം. പക്ഷെ അത് എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് ചേച്ചി വിശദീകരിച്ച് തന്നാൽ മതിയായിരുന്നു. ഓക്കെ, അല്ല അതും വിശദീകരിക്കണമെന്നില്ല, എല്ലാം നമുക്ക് അറിയാലോ ഇപ്പൊ വന്നു ഏതാണ്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളത്. അപ്പോ കഥ കേട്ടല്ലോ നിങ്ങള്. രാത്രിയില് സിനിമാ നടനുമായിട്ട് വീഡിയോ കോള്, അതും അതിനകത്ത് ചേച്ചിയുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സൂപ്പർ. എനിക്ക് തോന്നുന്നു ചേച്ചി മറ്റേ രാത്രി ലൈവ് വരാറുണ്ടാ യൂട്യൂബിൽ. ഇനി അങ്ങനെ മറ്റേ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉണ്ടോ നമുക്ക് അറിയത്തില്ല കേട്ടാ. എന്താണെങ്കിലും അപ്പം കേട്ടല്ലോ കഥകളൊക്കെ. ഒരു സ്ത്രീ തന്നെയാണ് ഇത് പറയുന്നത്, വളരെ വ്യക്തമായിട്ട് ഈ വോയിസിലുണ്ട് ആ ഒരു സ്ത്രീയുടെ പേര്. ഏത് സ്ത്രീയുടെ പേര്? നമ്മുടെ ഈ ഒരു നടിയുടെ, മുൻ നടിയുടെ, അയ്യോ വൻ നടിയുടെ, അങ്ങനെ മുൻ നടിയല്ല, വൻ നടിയുടെ, സൂപ്പർ നടി, ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന നടി എന്ന് സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന നടിയുടെ പേര് വരെ ഉണ്ടല്ലോ. ഇപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി അല്ലെങ്കിൽ കുറെ പേര് വരുവേ സംശയമേ അവിടെ പേര് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. തൃപ്തിയായല്ലോ. നമ്മളൊന്നും അല്ല, ഒരു സ്ത്രീ തന്നെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നടന്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടു. ലിസ്റ്റിൽ, അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു ലിസ്റ്റിൽ പോലും അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പേരുണ്ടായിരുന്നു? ഇല്ലല്ലോ. പിന്നെന്താ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ചേച്ചി, നമ്മുടെ മിൻ ചേച്ചി കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, പീഡന പരാമർശം നടത്തിയല്ലോ. ആ ഒരു അവരുടെ ഒന്നും പേരിൽ, അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇല്ലാത്തൊരു വ്യക്തി എന്നായിരിക്കും ചിലപ്പോൾ ഈ ചേച്ചി ഉദ്ദേശിച്ചത്. അതിനകത്തൊന്നും ഇല്ല. അതിനകത്തൊന്നും ഇല്ലാത്ത, ചേച്ചി പുറത്ത് പറയാത്ത ഒരു വ്യക്തി ഓൾറെഡി ചേച്ചിയായിട്ട് രാത്രിയിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ചേച്ചി ഇപ്പൊ ഈ സംസാരിച്ച ചേച്ചിയുടെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ചേച്ചി ഈ ഒരു പരാമർശങ്ങൾ നടത്തിയവർ മാത്രമൊന്നും അല്ല, അതല്ലാത്ത ചേച്ചിക്ക് ഇന്റർലിങ്ക് കണക്ഷൻസ്, ഇന്റർലിങ്ക് ബ്രോഡ്കാസ്റ്റിംഗ് കണക്ഷൻസ് ചേച്ചിക്ക് വേറെ ഉണ്ട്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് മാത്രം എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ പൊന്ന് ആൻറ്റിയുടെ എല്ലാം കൂടെ ഇപ്പൊ നാട്ടുകാരും പോലീസുകാരും ഒക്കെ തപ്പി വരുമ്പോഴത്തേക്ക് ആൻറ്റി അകത്ത് പോവുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ആൻറ്റിയുടെ കയ്യിലാണ് തെറ്റെങ്കിൽ ആൻറ്റി അകത്ത് പോകണം. ആൻറ്റിക്കെതിരെ അതുപോലെ ആൾക്കാർ വരുന്നുണ്ട് മുന്നോട്ട്, പ്രത്യേകിച്ച് സ്ത്രീകള്. ഓക്കെ, അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇത് എവിടെ ചെന്ന് എത്തുമെന്ന്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സിനിമാ ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സ്ത്രീകൾക്കെതിരെ മോശം പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവന്മാർ ഉള്ളേ പോണം എന്ന് വെച്ച് ആ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ എന്താണ് അത് ഉപയോഗിക്കാൻ, ദുരുപയോഗം ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ചില ഇതുപോലുള്ള ആൻറ്റിമാർക്കും കൂടെ നല്ല പണി കിട്ടണം. ഇല്ലെങ്കിൽ ഈ നാട് മുടിയും ഇതുപോലുള്ള ആൻറ്റിമാരെ കൊണ്ട് നിറയും. അപ്പൊ ഞാൻ പറഞ്ഞതിനോട് യോജിക്കാനും പറ്റുന്നവരൊക്കെ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ്, കമന്റ് ബോക്സ് ഉണ്ട്, മറക്കരുത്, അഭിപ്രായം അങ്ങോട്ട് എഴുതിയിടുക. ഓക്കെ.